മോദി നൽകുന്ന ഗ്യാരണ്ടി തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണെന്ന് രമേശ് ചെന്നിത്തല MLA. കുണ്ടറയിൽ UDF സംഘടിപ്പിച്ച വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയമങ്ങളെല്ലാം കരാർ അടിസ്ഥാനത്തിലാക്കി. സംസ്ഥാന സർക്കാർ 8 വർഷം ഭരിച്ചിട്ടും ഒരു വികസന പദ്ധതി പോലും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തൊഴിലില്ലായ്മയും വിലക്കയറ്റവുമാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയെന്ന് രമേശ് ചെന്നിത്തല MLA കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തിയ വിശദീകരണ യോഗം കുണ്ടറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരായിട്ടുള്ള ചെറുപ്പക്കാരുള്ള രാജ്യം ഇന്ത്യയാണ്. കോവിഡ് കാലത്ത് കോടിക്കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടതല്ലാതെ ഒരാൾക്കും പുതുതായി ജോലി കിട്ടിയില്ല. ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനങ്ങളിലും നിയമനങ്ങൾ നടക്കുന്നില്ല. സൈനികർ മുതൽ സെൻട്രൽ സെക്രട്ടേറിയറ്റിലെ ജോയിന്റ് സെക്രട്ടറി വരെയുള്ള നിയമനങ്ങൾ ഇപ്പോൾ കരാർ വ്യവസ്ഥയിലാണ്. അഗ്നിപഥ് പദ്ധതിയിൽ സൈന്യത്തിൽ ചേരുന്നവർക്ക് 4 വർഷം മാത്രമാണ് ജോലി. പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചു. അതോടെ ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിൽ എല്ലാ വസ്തുക്കൾക്കും വില കൂടി. വിദേശത്ത് നിന്ന് കള്ളപ്പണം തിരിച്ചെത്തിച്ച് ഓരോ പൗരനും 15 ലക്ഷം രൂപ നൽകും എന്ന് ഗ്യാരണ്ടി നൽകി. ഇതുവരെ ആർക്കും കിട്ടിയില്ല. 10 വർഷം മോദി ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. UDF കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരിപ്പള്ളി സലീം അധ്യക്ഷത വഹിച്ചു. AICC സെക്രട്ടറി PC വിഷ്ണുനാഥ, മുൻ MLA AA അസീസ്, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, TC വിജയൻ, KRB സഹജൻ, ആന്റണി ജോസ്, കായിക്കര നവാബ്, ഷെരീഫ് ചന്ദ്രനത്തോപ്പ്, G വേണുഗോപാൽ, രാജു ഡി പണിക്കർ, AL നിസാമുദ്ദീൻ, കുളത്തൂർ രവി, മഹേശ്വരൻ പിള്ള, U വാഹിദ തുടങ്ങിയവർ പങ്കെടുത്തു. BJPയും CPMുമായി ഒരു മത്സരവും നമ്മൾ കാണുന്നില്ല. ആകെയുള്ള മത്സരം രാഹുൽ ഗാന്ധിയെ തെറി വിളിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാണ് എന്നൊരു മത്സരമാണ്. അതിൽ പിണറായി വിജയൻ ജയിച്ചു എന്നാണ് മോദി ഇന്നലെ പറഞ്ഞത്, അല്ലേ? ഞാൻ പോലും പറയാത്തത്രയും മോശമായ ഭാഷയിൽ രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പോലും പറഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.